ഈ വീഡിയോയിലൂടെ 3 പേരുടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യും. 1 ടോമി സെബാസ്റ്റ്യൻ, 2 പ്രവീൺ രവി, 3 രവിചന്ദ്രൻ. ടോമി സെബാസ്റ്റ്യനോടും പ്രവീൺ രവിയോടും എനിക്ക് ബഹുമാനമുണ്ട്. കാരണം മനസ്സിലുള്ളത് തുറന്നു പറയണം. എസ്എൻസുകാരോടൊപ്പം കുറച്ച് ദിവസം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ സഹായമില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ആ സമയത്തൊക്കെ ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കാം, കാരണം ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ദ്രോഹമൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ എനിക്ക് മുസ്ലിം വിദ്വേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഖ്യ ലെവൽ ചിന്തയായിരിക്കും എൻ്റെ ചിന്ത എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കും അവരെന്നോട് അങ്ങനെ വളരെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് സംഖ്യകൾ, ആരൊക്കെയാണ് അല്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാലും നാട്ടുകാർക്ക് അറിയാം പൂച്ച പാല് കുടിക്കണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ സ്വയം കണ്ണടച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണില്ല എന്ന് വിചാരിക്കരുത്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഏതായാലും ടോമി സെബാസ്റ്റ്യനെ പറ്റി പറയുന്ന ഒരു വാട്സാപ്പ് ഓഡിയോ അത് പുറത്ത് ആൾക്കാർ കേട്ടാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വാട്സാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ആദ്യം ഞാൻ അകപ്പെട്ടിട്ടുള്ള കേസുകൾ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് എനിക്കെതിരെയുള്ള കേസുകൾ. പിന്നെ പോക്സോ കേസ്, മറ്റേ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ്എൻസുകാരും മുസ്ലിങ്ങളും സംഘികളും ക്രിസംഘികളും ഒക്കെ പറഞ്ഞു നടത്തുന്നുണ്ട്. അത് നിങ്ങൾ തെളിവുകൾ വെച്ച് തെളിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു നടക്കണമെന്ന് തോന്നുള്ളൂ. കാരണം ഇന്നെല്ലാം ഓൺലൈനാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കേസ് വിവരങ്ങൾ ആരുടേതായാലും കിട്ടും. 3 മതക്കാരുടെയും കേസ് എൻ്റെ തലയിൽ വീണിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം 695 ദിവസം ജയിലിൽ കിടന്നു. അതിൽ 3 മതക്കാരുടെയും ജയിൽവാസം പെടും. എന്തായാലും ഇന്ത്യയിൽ എനിക്കെതിരെ മുസ്ലിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ടോമിയുടെ ഓഡിയോ കേൾക്കാം. അബ്ദുൾ ഖാദർ പുതിയങ്ങാടിയെ ആദ്യം ജയിലിലിട്ടത് ഇസ്ലാമിസ്റ്റുകളാണ്. അവിടെ അയാൾ മതത്തിനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ഈ പുള്ളിയോട് പണ്ടുപോലെ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഫേസ്ബുക്കിലൊക്കെ പലപ്പോഴും എഴുതുമ്പോൾ തെറിയും ഇതൊക്കെ ചേർത്ത് പറയുന്ന അതാണ്. ഈ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതുപോലെ നിങ്ങളെപ്പോലെ വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്നവരോട് ചിലപ്പോൾ അഗ്രസീവായിട്ട് മറുപടി പറയും. പക്ഷെ ഫേസ്ബുക്കിൽ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അവരുടെ മതത്തെ വികാരത്തെ ഒന്നും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബ്ദുൾ ഖാദറുമായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത വ്യക്തിയാണ്. പിന്നീട് അയാൾ ഇതിന്റെ പേരിൽ ജയിലിൽ പോയി എന്ന് അറിഞ്ഞപ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നി. പിന്നെ അയാൾ തിരിച്ചു വരുന്നു. അന്നും ഞാൻ ഫേസ്ബുക്ക് ഫ്രണ്ടൊന്നും ഒരു അയച്ചിരുന്നില്ല. പിന്നെ ഒരിക്കൽ വയനാട്ടിൽ വെച്ച് നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹമായിട്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചത്. അത് നേരിട്ടുണ്ടായിരുന്നു ഒരു പരിചയത്തിന്റെ പേരിൽ. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ സുഡാപ്പികളല്ല സംഘപരിവാർ പുള്ളിയെ ജയിലിൽ കയറ്റി. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മത വിമർശനമാണെന്ന് പറഞ്ഞു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിഷയമൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നു ഞാൻ ടോമി മറ്റേ സംഘപരിവാർ ഭീഷണി വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. എന്നെ ക്രിസ്ത്യൻ ഭീകരവാദികൾ ആക്രമിക്കാനായിട്ട് വെക്കുന്നു, എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, ഞാനിപ്പോൾ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇത് ഇങ്ങനെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഇങ്ങനെ നിന്ദക്കെതിരായിട്ടൊരു കേസുണ്ടെങ്കിലും ആരെയും ഇന്നുവരെയും ജയിലിൽ ഇട്ടതായിട്ട് ഒരു കേസ് പോലും ഇല്ല. പലരെയും ഇതുപോലെ കേസ് കൊടുക്കും, അവരെ പോലീസ് വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് പോലീസ് ഒന്ന് പറഞ്ഞു പറയും മര്യാദയ്ക്ക് ഇരുന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞു വിടും. ഈ അടുത്ത നാളിൽ മേ ബി 1 വർഷമായി കാണും, ഒരു വടകരയുള്ള ഒരു അയ്യൂബ് അങ്ങനെയുള്ള പേരായിട്ടുള്ള ഒരു പയ്യൻ എന്നോട് പറഞ്ഞു പുള്ളിയെ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചു. എന്താണ് ഫേസ്ബുക്കിൽ ഇട്ടതിന്റെ പേരിൽ ആരോ കേസ് കൊടുത്തിട്ടാണ്. അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു കഴിഞ്ഞപ്പം അതൊക്കെ പറഞ്ഞു. എന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഒരു കേസായി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇവിടെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. അത്രയേ ഇവിടെ മതവിമർശനത്തിന്റെ പേരുള്ളൂ. അല്ലാതെ മതവിമർശനം ഞാൻ മതവിമർശനം നടത്തുന്നുണ്ട്, അതിന്റെ പേരിൽ കേസൊന്നും വന്നിട്ടില്ല. രവീന്ദ്രൻ ഇഷ്ടം പോലെ മതവിമർശനം നടത്തുന്നുണ്ട്, ജബ്ബാർ മാഷുണ്ട്, ലിയാഖത്ത് അലിയുണ്ട്, ആരിഫ് ഹുസൈനുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ മതവിമർശനം നടത്തുന്നു. മതവിമർശനത്തിന്റെ പേരിൽ ഇവിടെ ആരും ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. അബ്ദുൾ ഖാദർ പുതിയങ്ങാടിക്ക് ഈ 3 മതത്തിൽ നിന്നും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മതവിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോയി തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, അവരുടെ ഭാര്യമാരെ കൂട്ടി വല്ലയിടത്തും പറയുക, ഇങ്ങനെ വല്ലതും പറഞ്ഞു കാണും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അല്ലാതെ മതവിമർശനത്തിന്റെ പേരിൽ ഇവിടെ ആരെയും ജയിലാക്കത്തൊന്നുമില്ല. ഇനി അതിന്റെ പേരിൽ പോലീസിൽ വിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് ചോദിക്കടാ എങ്ങനെയാണോ നിമ്മരേക്കാണോ എന്ന് ചോദിക്കും. അപ്പം മതവിമർശന കേസാണെങ്കിൽ അതോടുകൂടി തന്നെ അത് വിടുക ചെയ്യുന്നത്. കാരണം പോലീസിന് ഇതുമായിട്ട് കോടതിയിൽ പോകാനായിട്ട് പറ്റത്തില്ല. കാരണം അതിന് ഒത്തിരി നൂലാമാല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് മതവിമർശനം നടത്തുന്നവരെ ആരെയും ഇവർ ഇതിന്റെ പേര് പിടിച്ച് ജയിലിടാത്തത്. എനിവേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഇയാളോട് ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾ പറയുന്നു ശരി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പോലീസ് എന്ത് ചെയ്യും? പോലീസ് നേരെ ജയിലിലിടാൻ പറ്റുമോ? ഇല്ല, മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കും. മജിസ്ട്രേറ്റ് ചോദിക്കുന്നു നീ പറഞ്ഞിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാ പോയി 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. അതാണ് അത് അവനവന്റെ കയ്യിലിരിപ്പും വായിലിരിപ്പും
ഒക്കെ ശരിയായിരിക്കണം. അല്ലാതെ നടന്നിട്ട് ഇത് ക്രിസ്ത്യൻ മതവിമർശനമാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാസക്കാരനെയോ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കേസ് കൊടുത്തുന്നിരിക്കും. കേട്ടല്ലോ, ഞാൻ എന്താണ് തെറി വിളിച്ചു, വീട്ടുകാർ തെറി വിളിച്ചു, അതുകൊണ്ടാണ് എനിക്കെതിരെ കേസ്. വീട്ടുകാർ തെറി വിളിച്ചാൽ എനിക്ക് ക്രിസ്ത്യാനികൾ കൊടുത്ത കേസ് 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മലപ്പുറത്തും പിന്നെ ഒന്ന് കുമ്പളയിലും. മലപ്പുറത്ത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ അവിടുത്തെ പോലീസ് വിളിച്ചപ്പോൾ കുമ്പളയിലേക്ക് മാറ്റാൻ പറഞ്ഞു. പിന്നെ ഇത് ഷെക്കിന ന്യൂസിൽ വന്നതാണ്. യേശു ക്രിസ്തുവിനെ അങ്ങേയറ്റം അപമാനിക്കുന്ന കടുത്ത മതനിന്ദ. ഇതിൽ തെറിയുന്നതാണോ ടോമി സെബാസ്റ്റ്യൻ പറയുന്നത്? അല്ലല്ലോ, മതനിന്ദ എന്നല്ലേ. പിന്നെ മേലെയുള്ള ഒരു ഇരിട്ടിയിൽ പൊതുസ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇവൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ മനോരോഗി, ഒരു മതമണ്ടൻ ഇങ്ങനെ ഓടുന്നതും ചാടുന്നതൊക്കെ അങ്ങനെയുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ഇതിൽ അപ്ലോഡ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ടോമി സെബാസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? BNS-ലെ 192 സെക്ഷൻ അത് തെറിവിളിക്കാണോ അല്ലെങ്കിൽ ഭാര്യമാരെ തെറിവിളിക്കാണോ വകുപ്പെടുന്നത്? 2017 2016 അവസാനത്തിലോ ആണ് മതവിമർശനം തുടങ്ങിയത്. അതുവരെ ടോമി പറഞ്ഞ പോലെ എല്ലാവരും കേസൊന്നുമില്ലാതെ ഒക്കെയാണ് വളരെ മാന്യമായിട്ടാണ് മതവിമർശനം നടത്തിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്കിലൊക്കെ ഈ ലോങ് ജബ്ബാർ മാഷൊക്കെ എഴുതുന്നത് പോലെ വായിക്കാൻ സാധാ മുസ്ലിം ഒന്നും തയ്യാറാവില്ല. പക്ഷെ അവരുടെ ഇടയിലേക്ക് സ്വന്തം മുഖവുമായിട്ട് വീഡിയോസ് ഇട്ടുകയും ബുഖാരി മുസ്ലിമും ഒക്കെ അർത്ഥമറിഞ്ഞ് ആ പുസ്തകം കയ്യിലേന്തി വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരോട് സംസാരിച്ചത് ആദ്യമായിട്ട് കേരളത്തിൽ ഞാനാണ്. അതിൻ്റെ അലയൊലികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ സംഖ്യകളുടെ മുന്നിൽ ആളാവാനൊക്കെ ഒരുപാട് പേർ വീണ്ടും രംഗത്ത് വന്നു. അവരെ പ്രോത്സാഹിപ്പിക്കാൻ എസൻസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുകയും ഒക്കെ ഞാൻ ചെയ്തത് ആദ്യമായിട്ട് ഞാനാണ്. പിന്നീട് ഞാൻ യൂട്യൂബിൽ എന്നെ മൃത്തതാക്കിയ ആയത്തുകളും ഹദീസുകളും ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതും ഞാനാണ്. അപ്പം അതിൽ ഞാൻ ബുഖാരി ഖുറാൻ എല്ലാവരുടെയും കയ്യിലുണ്ട്. ബുഖാരി മുസ്ലിം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ഞാൻ കയ്യിലെടുത്തിട്ട് അതിൻ്റെ അർത്ഥം വെച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥം വെച്ച് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുത്തതും അത് പിന്നീട് ഞാൻ ടിക്ടോക്കിലെടുത്ത് ഇട്ടതും അത് കഴിഞ്ഞ് ഞാൻ ദുബായ് ജയിലിലാകുന്നു. ദുബായിലെ കഥകൾക്ക് അറിയാത്തവരോട് പറയാം. അവിടെ മുസ്ലിം പെണ്ണുങ്ങൾ വീഡിയോ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ഭീകരവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ പെരുമാറേണ്ടത്, മറ്റുള്ളവരെ നന്നാക്കാൻ പോകരുത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകരുത്, നിങ്ങൾ പുണ്യപുരുഷന്മാരെന്ന് വിചാരിക്കുന്നവർ കൊള്ളക്കാരും ബലാത്സംഖ്യകളുമാണ് എന്നുള്ള വാക്കുകൾ പിന്നീട് അത് വൈറലാവുകയും അവസാനം ദുബായ് ജയിലെത്തുകയും ചെയ്തു. ഇപ്പോൾ പ്രവീൺ രവി എന്നുള്ള ആളെ ഏതൊരു സുഡാപ്പിണി ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ ID മുക്കി ഓടി. അങ്ങനെ ID മുക്കി ഓടിയാൽ എനിക്ക് ജയിലിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ധീരമായിട്ട് അവരോട് നിന്നതുകൊണ്ട് ദുബായ് ജയിലിൽ വെച്ചിട്ട് വീണ്ടും ജയിലിനകത്ത് വെച്ചിട്ട് ഇസ്ലാമിനെ അപമാനിച്ചിട്ട് കത്തെഴുതി പുറത്തു വിട്ടു. അത് മറുനാടൻ മലയാളികളടക്കം അതെടുത്ത് വലിയ വാർത്തയാക്കി. അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അപ്പം അതൊരു ധീരതയാണ് എന്നൊക്കെ അതൊക്കെ ഞാൻ സ്വയം അറിഞ്ഞ് കളിച്ച കളിയാണ്. അത് എവിടെയാണെന്ന് നോക്കണം. ഞാൻ ഏറ്റവും ദുർബലനായി നിൽക്കുന്ന നിമിഷത്തിൽ എല്ലാം തകർന്നടിഞ്ഞ് പോയൊരു സമയത്ത്, ആ സമയത്ത് എൻ്റെ അപ്പീൽ കോർട്ട് വിധി വരാനും കൂടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നത്. ഞാൻ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിസ്കുകളൊന്നും നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ആ കത്ത് പുറത്തു വിടുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ ദുബായ് കോർട്ടിൽ പോകുന്നു. അവിടെ ഞാൻ മാപ്പ് പറഞ്ഞില്ല. മാത്രമല്ല അവിടെ ഞാൻ ജഡ്ജിക്കും ഈ ഖുർആൻ ആയത്തുകളും ഹദീസും വായിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ശിക്ഷ കൂട്ടി കിട്ടിയത്. അത് കഴിഞ്ഞ് എൻ്റെ ജയിൽ ശിക്ഷ കാലാവധി കഴിഞ്ഞിട്ടും മോചന ലിസ്റ്റിൽ പേര് വന്നിട്ടും ഞാൻ 100 ദിവസം കൂടുതലകത്ത് കിടന്നു. എന്തുകൊണ്ടാണ്? വിശ്വാസികളോട് സന്ധിയില്ല സമരം നടത്തിയത് കൊണ്ടാണ്. ഇവിടെ സവർക്കറും അല്ലെങ്കിൽ സംഖ്യകളൊന്നും ജയിലിൽ കിടന്നിട്ടില്ല. ഗാന്ധിയും നെഹ്റുവും ഒക്കെയാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. അപ്പം അത് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തെറിവിളിക്കുന്നതല്ല ജയിലിൽ കിടക്കുന്നത്. അതിന് സെക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ മേലെ കാണുന്ന ഈ സെക്ഷനുകളിൽ ഏതിനാണ് തെറിവിളിക്ക് ഞാൻ ജയിലിൽ കിടന്നത്? ഞാൻ പുറത്തിറങ്ങി ബിസിനസ്സിൽ എന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട്. ആദ്യം എറണാകുളത്ത് വിളിച്ച് ഞാൻ പോയില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ജോസഫ് മാഷ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് മാഷ് തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ ഭീകരാക്രമണം ഏറ്റുവാങ്ങിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം സംഗീസം ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈവൻ അയാൾ സംഖ്യയായാലും അയാൾക്കെതിരെ നടന്ന അക്രമങ്ങളല്ലാതാകുന്നില്ല. ഒരാൾ മുസ്ലിം ആയാലും അയാൾ മുസാമാം വില്ലാതനായാലും അയാൾ ആരായാലും അയാൾക്കെതിരെ നടക്കുന്ന അനീതി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഗസക്കെതിരെ നടന്നാലും അത് അനീതിയാണ്. അപ്പോൾ ഇവിടെ യമനിൽ നടക്കുന്നില്ലേ, ഇറാഖിൽ നടക്കുന്നില്ലേ, ഉസ്ബെക്കിസ്ഥാൻ നടക്കുന്നില്ലേ, കോങ്കോയിൽ നടക്കുന്നില്ലേ, മ്യാൻമറിൽ നടക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ഗസ ആക്രമണങ്ങൾ നടന്നപ്പോൾ ഞാൻ സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഡെയിലി ഇരുന്നിട്ട്
ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവൻ്റെയൊക്കെയുള്ള മനസ്സിലുള്ള ആ വെറിയും വിഷമൊക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഗസക്കാർ അവിടെ ആരെങ്കിലും പോയിട്ട് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കണം. അവിടെ നിരപരാധികളുടെ കൊല്ലാനും ഒരു നാട് ആക്രമിക്കാനും ആ നാട്ട് തകർക്കാനും 75% നാട് തകർന്നു, 60,000 ആൾക്കാർ മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഇവരൊക്കെ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ബന്ദികളെ വിട്ടുകൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ യുദ്ധം നടന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലായി. അപ്പോൾ യുദ്ധം നടന്ന സ്ഥലത്തേക്ക്, അപ്പോൾ ഗസയിലേക്ക് സാധനങ്ങൾ പോകാൻ ഇസ്രായേലിന് അനുമതി വേണം. അങ്ങനെ പട്ടിണി കെട്ടിട്ട് അവരെ നരകിപ്പിച്ചു. അപ്പോൾ ആരെയാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ലോകത്തിന് ഗസക്കാർ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒക്ടോബർ 7 നടന്നത് തെറ്റാണ്. നിരപരാധികളെ ആര് കൊന്നിട്ടുണ്ടെങ്കിലും, ഹമാസ് കൊന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ കൊന്നിട്ടുണ്ടെങ്കിലും തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. അത് ഞാൻ ഇനിയും പറയും. അല്ലാതെ ഇവിടെ ഞാനൊരിക്കൽ ഇങ്ങനെയുള്ള വർഗീയാക്രമണത്തിന് ഇരയായതാണ്. കശ്മീരിൽ ഏതൊരു ഹിന്ദുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കൊയിലാണ്ടിയിൽ ഒരു റമദാനിലെ രാത്രിയിൽ ഒരുപാട് സംഘ തീവ്രവാദികളൊക്കെ വന്നിട്ട് ഭീകരത സൃഷ്ടിച്ചപ്പോൾ ബസ്സിന്റെ 4 ടയറിനും കത്തി കയറ്റി പഞ്ചറാക്കി വിട്ടു. അപ്പോൾ കശ്മീരിൽ ആരെങ്കിലും കൊന്നതിന് കേരളത്തിലെ മലയാളികളെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുക, പാകിസ്ഥാനിലെ അവിടുത്തെ മുസ്ലിം ഭീകരൻ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഉപദ്രവിച്ചാൽ, പാവപ്പെട്ട ഹിന്ദുവിനെ ഉപദ്രവിച്ചാൽ ഇവിടുത്തെ ഭൂരിപക്ഷ തീവ്രവാദിയായ ഹൈന്ദവ ഭീകരൻ ഏതെങ്കിലും പാവപ്പെട്ട രക്ഷ വിളിച്ച് നടക്കുന്ന മുസ്ലിമിനെ ദ്രോഹിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാട്ടപ്പാക്ക മതവർഗീയ മാണ്ടൻ ഊളയുടെ ലെവലിലേക്ക് തരം താണ ആളുകളെ ഞാൻ തള്ളിപ്പറയും. അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരുപാട് പരിപാടികളിലായിരുന്നു കേരള യാത്ര നടത്തുന്നതൊക്കെ. പിന്നിട്ട് ഞാനത് മാറ്റി വെച്ചു. ഒന്നാമത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, രണ്ടാമത് ഞാൻ എവിടെയെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ പിന്നെ എൻ്റെ പേരിൽ, ഞാൻ ജയിലിൽ ആയപ്പോഴും ഇവരൊക്കെ എൻ്റെ ഫോട്ടോ വെച്ച് നടന്നല്ലോ. ജയിലായപ്പോഴും എന്തൊക്കെയായിരുന്നു സപ്പോർട്ട്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എസൻസർ പറയുന്നത് മുരളി, സുരേഷ് ഗോപി, ഇതാണ്. ഞാൻ അകത്തുള്ളപ്പോൾ സുരേഷ് ഗോപിനെ വെച്ചിട്ട് രാഷ്ട്രീയ നാടകം കളിക്കാൻ പദ്ധതി ഇട്ടിരുന്നു എന്നൊക്കെ അറിഞ്ഞിരുന്നു. ഞാൻ ജയിലിൽ വെച്ച് തന്നെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ പറയും അങ്ങനെ ഒരു MP-യും രാഷ്ട്രീയക്കാരനെയും ഇടപെടുത്തേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒന്ന് മാപ്പാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ഇറങ്ങി വരാം. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ഞാൻ അത് സ്വയം അറിഞ്ഞിട്ട് തന്നെയാണ്, പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളത്. അതിൽ എന്നെ ജയിലിൽ കിടത്തിയതിൽ ഇസ്ലാമിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇതിലൊക്കെ ഒരു സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ SS-കാർ സംഖ്യകൾ എന്നിൽ നിന്നും മാറിപ്പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. തീർച്ചയായിട്ടും ശിവലിംഗത്തെ അപമാനിച്ച കേസിൽ, അല്ലെങ്കിൽ അയ്യപ്പനെ അപമാനിച്ച കേസിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ട യാതൊരു കാര്യമില്ല. അയ്യപ്പനെ അപമാനിച്ച കേസിൽ എന്നോട് കോടതി പറഞ്ഞു ഫൈൻ അടക്കുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, 1000 രൂപ ഫൈൻ അടിച്ചാൽ മതി, പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാർ പിന്നീട് ഫൈൻ അടിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് ജയിലിൽ കിടക്കാതെ ഇറങ്ങി വന്നത്. രണ്ടാമത് ശിവലിംഗത്തിന്റെ കേസിൽ വീട്ടുകാരൊന്നും കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എന്നോട് ഫൈൻ അടക്കാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസം ഫൈൻ അടക്കാത്തത് കൊണ്ട് 7 ദിവസം അകത്ത് കിടന്നു. രണ്ടാമത് യേശുവിന്റെ കേസിൽ ഞാൻ കുറ്റം സമ്മതിച്ചില്ല. കാരണം ഹിന്ദുക്കളുടെ ജയിലിലും കിടന്നു, ഇനി മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ജയിലും കൂടി കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം രേഖാപരമായിട്ട് നമ്മൾ ചരിത്രം ആൾക്കാരെന്നെ പരിശോധിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനെല്ലാം ചരിത്രപരമായിട്ടെല്ലാം ഒരു മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം ചരിത്രം നമ്മളെ വിലയിരുത്തുന്നത് എൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല, അത് വേറെ പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രം നമ്മളെ വിലയിരുത്തുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ തെളിവുണ്ടാക്കി വെച്ചു, നാട്ടിൽ തെളിവുണ്ടാക്കി വെച്ചു. അപ്പോൾ എല്ലാ മതങ്ങളെയും ഞാൻ വിമർശിച്ചിരുന്നു എന്നുള്ളത് ഒരു രേഖയായിട്ട് അവിടെ കിടക്കും. ടോമി സെബാസ്റ്റ്യൻ ഞാൻ വീട്ടുകാരെ തെറിവിളിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറിവിളിച്ചു എന്നുള്ള ആ വ്യാജ ആരോപണം, തെളിവില്ലാത്തുള്ള ആരോപണം, ഒരു കാസക്കാരൻ്റെ ലെവലിലുള്ള ആരോപണം, അത് അങ്ങനെ തെളിവില്ലാതെ അങ്ങനെ നിലനിൽക്കും. ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന 2 സംഗതികൾ ഏതൊക്കെയാണ്? എനിക്ക് അങ്ങനെ ഇവരെയൊന്നും ഭയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഭയക്കണം, ഇസ്ലാമിനെ ഭയക്കണം, BJP-നെയും ഭയക്കണം. ഓക്കെ, BJP അത്ര ഭയക്കുന്നുണ്ടോ? അത്രയും ഭയക്കണം. രവീന്ദ്ര കട്ടസംഖ്യയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരാൾ പൂച്ചയാണോ മാനാണോ ഒന്നും പൂച്ച സ്വയം പറയേണ്ട കാര്യമില്ല, അത് കാണുന്നവർക്ക് അതിന്റെ സ്വഭാവത്തിൽ അറിയാം. അപ്പോൾ രവിചന്ദ്രൻ ഇപ്പോൾ സ്വയം തക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് സ്വയം പറഞ്ഞിരിക്കുകയാണ്. ഇതേ രവീന്ദ്രനോട് മറ്റു ഭാഷകളിൽ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറയുന്ന കേസൊക്കെ വരും, അതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചാൽ മുസ്ലിങ്ങൾ അതിങ്ങനെ പൊതുവെ കേസ് കൊടുക്കാറില്ല. പിന്നെ ടോമി പറഞ്ഞ ഒരു കാര്യം എനിക്ക് വിട്ടുപോയി, ക്രിസ്ത്യാനികൾ ഒരുപാട് കേസ് കൊടുക്കാറുണ്ട്. ലിബി ഹരിയുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചാൽ മതി. വെള്ളയിട്ട നൈറ്റികൾ ഭീകരന്മാരാണ്, അത് അറിയാഞ്ഞിട്ടാണ്. മാത്രമല്ല
ഞാൻ ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ വക്കീലിന് കൊടുക്കാനുള്ള കാശൊക്കെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയിച്ചു തരാം. കാരണം എൻ്റെ ഒരുപാട് സമയവും ജീവിതവും സമ്പത്തും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ ഈ സംഗതി എനിക്ക് ഇതിൽ നിന്നിട്ട് വളർത്തിയേ പറ്റുള്ളൂ. കാരണം ഞാൻ ലോക്ക്ഡാണ്, എനിക്കിതല്ലാതെ മറ്റുള്ള വഴികളില്ല. നിങ്ങളെപ്പോലെ ഒഴിവ് സമയ വിനോദമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകമായിട്ടോ ഒന്നുമല്ല ഞാനിത് കൊണ്ട് നടക്കും. നമുക്കിനി പ്രവീൺ രവിയുടെ വാക്കുകളിലും കൂടി പോകാം. ഈ സംഘിച്ചാപ്പ അടിച്ചാൽ ചൂളിപ്പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു. സംഘി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചൂളുന്നത്? നിന്റെ ഭരിക്കുന്ന സംഘികളാണ്. ഇപ്പം ഞാൻ സംഘിയാണ് എന്നൊരുത്തം പറഞ്ഞാൽ ഞാൻ അതേടാ എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഹിന്ദു നാമധാരിയെ സംബന്ധിച്ചിടത്തോളം പ്രിവിലേജ്ഡ് പൊസിഷനാണ് സംഘി എന്ന് പറയുന്നത്. ഞാനത് സംഘി അല്ല എന്ന് പറയുന്നെങ്കിൽ അതെൻ്റെ ഔദാര്യമാണ്. ഞാനെൻ്റെ പ്രിവിലേജ് ഉപേക്ഷിക്കുകയാണ് സംഘിയല്ല എന്ന് പറയുന്നത്. ഇന്ന് സംഘികൾക്ക് ലോകമെങ്ങും ആദരവ് കിട്ടുന്ന സമയം. നരേന്ദ്രമോദിയെ എല്ലാ ലോകരാജ്യങ്ങളും ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ അവരെല്ലാവരും അനുമോദിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം പിണറായി വിജയൻ ശ്രീധരൻ്റെ കൈയും പിടിച്ചു. സംഘിയല്ലേ ഈ ശ്രീധരൻ? വലിയ സംഖ്യയാണല്ലോ. അപ്പോൾ സംഖ്യ വേണ്ടി വന്നു. കേരയിൽ എന്ന് പറഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരു സംഖ്യയുടെ സഹായം വേണ്ടി വന്നു. അപ്പോൾ സംഖ്യകൾക്ക് ലോകരാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വൻ സ്വീകാര്യതയുണ്ട്. അതേസമയം സുഡാപ്പികൾക്കില്ല. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളെ ഒരു രാജ്യത്തും ആരും കേട്ടില്ല, അവരെ ആരും അടുപ്പിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വന്നിട്ട് സംഖ്യ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപമാണ്. കേട്ടല്ലോ, സംഖ്യയാണ്, സംഖ്യകൾക്ക് ഭയങ്കര സ്വീകാര്യതയാണ്. പിന്നെ ഒരു ഭൂരിപക്ഷം സംഖ്യകളായ രാജ്യത്ത് താൻ സംഖ്യ എന്ന് പറയുന്നതിൽ സത്യം പറയാലോ, ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നത് ദുബായ് എന്നുള്ള രാജ്യത്ത് അവിടെ ഞാൻ പൊരുതിയിരുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിച്ചത് ഞാൻ ജനിച്ച മുലപ്പാലിലൂടെ ഞാൻ രുചിച്ച വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയതയാണ് ഞാൻ വെല്ലുവിളിച്ചത്. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുണ്ട്. മതം എന്ന് പറയുന്നത് മലമാണ്, വർഗീയത എന്ന് പറയുന്നത് മലക്കുഴിയാണ്, സെപ്റ്റി ടാങ്കാണ്. അപ്പം അതിനകത്തിരുന്നിട്ട് അഭിമാനിക്കുക എന്നൊക്കെ പറയുന്നത് എസൻസുകാരനെ പറ്റുള്ളൂ. അങ്ങനെയുള്ള അഭിമാനമൊന്നും എനിക്കില്ല. രാമക്ഷേത്രത്തിൻ്റെ അന്ന് ഗായിക ചിത്ര എല്ലാവരും രാമരാമ എന്ന് പറഞ്ഞിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ ആളുകൾ വിമർശിച്ചു. പക്ഷെ ചിത്രക്ക് പിന്തുണയുമായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം രവി ലൈവ് ചെയ്തു. അതിൽ രവിയുടെ ബോഡി ലാംഗ്വേജ് നോക്കണം. അപ്പം അപ്പോഴൊക്കെയാണ് മാടമ്പള്ളിയിലെ ആ മഹാരോഗിയെ ഞാൻ തിരിച്ചറിഞ്ഞത്. അതോടുകൂടി ഞാൻ സലാം പറഞ്ഞു പിരിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എന്നെ തള്ളിപ്പറയണമെന്ന് ഇപ്പോൾ ടോമി ആയാലും മറ്റു ചിലരും എന്നെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വക നാടകങ്ങളൊക്കെ നടത്തിയത്. ഞാൻ ജയിലിൽ പോകുന്ന കാര്യം വീഡിയോ ഇട്ടപ്പോൾ ഡോക്ടർ വിശ്വനാഥൻ അത് ഷെയർ ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിയിൽ എസ്എസ്കാരൊക്കെ പറഞ്ഞത് ഞാൻ തെറിവിളിയനാണ്, അതാണ് ഇതാണെന്നൊക്കെ. മുമ്പ് ഞാൻ ഇസ്ലാമിനെ വിമർശിച്ച് ജയിലിൽ കിടന്ന് വന്നപ്പോൾ എൻ്റെ കൈമുത്തണം കാലുമുത്തണം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞവരാണ് ഒറ്റടിക്ക് പ്ലേറ്റ് മാറിയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. നിങ്ങളുടെയൊക്കെ ഈ മുഖം മൂടി വലിച്ചെറിയാൻ എനിക്ക് സാധിച്ചു. തീർച്ചയായിട്ടും പലർക്കും അറിയില്ല ഞാനിപ്പോഴും ഞാൻ എസൻസുകാർക്ക് എതിരാണ് അല്ലെങ്കിൽ എസൻസുകാരെ എതിർക്കുന്ന ആളാണെന്ന് പലർക്കും അറിയില്ല. കാരണം എൻ്റെ റീച്ച് വളരെ കുറവാണ്. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇവളോ പണ്ണേ അത് പണ്ണ മുടിയാതാ, തീർച്ചയായിട്ടും അതിനെനിക്ക് സമയം ആവശ്യമുണ്ട്. ഇപ്പം നാളെ തന്നെ എല്ലാം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പടിപടിയായിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി ഞാനത് ചെയ്യും. ഇവളോ പണ്ണേ അപ്പോൾ ഇത്രയധികം ചെയ്ത സ്ഥിതിക്ക് എനിക്ക് അതും ചെയ്യാൻ സാധിക്കും. അതൊരു വർഗീയവാദിയുടെയും എസൻസുകാരൻ്റെയും ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.